ഹായ് ഹോൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിന്ന് നാളികേര ചമ്മന്തിയാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു നാളികേര ചമ്മന്തി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു നാളികേര ചമ്മന്തി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ചാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിരവി വെച്ച നാളികേരം ഈ ഒരു മിക്സിയുടെ ചാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം നാളികേര ചമ്മന്തി തയ്യാറാക്കിയിട്ട് എടുക്കണോ അതിനനുസരിച്ച് നാളികേരം എടുത്താലും മതിയേ. അപ്പോൾ ഞാനിതിന് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നാളികേര ചമ്മന്തി നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് അല്ലേ. അങ്ങനെ ഇനി ഇതിലേക്ക് വേണ്ടുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരല്പം എരിവുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുഞ്ഞുള്ളി, അതായത് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 6 പീസ് കുഞ്ഞുള്ളിയാണ്. ചെറിയ കുഞ്ഞുള്ളിയാണ് 6 എടുത്തിട്ടത്, അല്ലെങ്കിൽ ഒരു 3 or 2 മതി. പിന്നെ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ മാങ്ങ ഇഞ്ചിയാണ്. ഒരു കഷ്ണം മാങ്ങ ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു കേരളക്കാർക്ക് എന്തായാലും ഒരു പുളിപ്പും ഒരു എരിവൊക്കെ വേണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് തൈര്, അതായത് 2 ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരല്പം പുളിയുള്ള തൈരാണ്. തൈരില്ലെങ്കിൽ പുളി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാങ്ങ ഇഞ്ചി നിങ്ങളെടുത്തില്ലെങ്കിൽ സാധാ ഇഞ്ചി ചേർത്ത് കൊടുത്താലും മതി. അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മാങ്ങ ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്, പിന്നെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ചമ്മന്തി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കേണ്ട, നല്ല തരിപ്പാല വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അരച്ചെടുത്ത നാളികേര ചമ്മന്തി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. ഒരുപാട് ലൂസിൽ ഈ ഒരു നാളികേര ചമ്മന്തി തയ്യാറാക്കിയിട്ട് എടുക്കരുത്, കുറച്ചൊരു കട്ടിക്കായിരിക്കണം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഇഡ്ഡലി ആയാലും വെക്കില്ല, ഞാനിപ്പം ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു അപ്പത്തിനായാലും ഈ ഒരു കട്ടിക്ക് തന്നെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു താളിപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ താളിപ്പിൻ്റെ പാത്രം ഞാനിത് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാടൻ രീതിയിലുള്ള നാളികേര ചമ്മന്തിയൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ എണ്ണ നല്ല രീതിയിൽ തന്നെ ചൂടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായതിന് ശേഷം മാത്രമാണ് കടുകൊക്കെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ ചെറവറ എന്നൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ഒരു 3 വറ്റൽമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം നാളികേര ചമ്മന്തിക്ക് ഒരു എരിവിൻ്റെ, ഈ ഒരു വറ്റൽമുളകിൻ്റെ എരിവിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് 3 ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുഞ്ഞുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുഞ്ഞുള്ളി ഒരു 8 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം തീരെ ചെറിയ കുഞ്ഞുള്ളി ആയതുകൊണ്ടാണ് 8 എടുത്തിട്ടത്. വലിപ്പമുള്ളത് 1 or 2 മതി. എന്നിട്ട് ഇതിന് നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ വഴറ്റി കൊടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഈ ഒരു കുഞ്ഞുള്ളിയൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ മൂത്ത് കിട്ടട്ടെ. ഈ ഒരു ചൂടാലെ തന്നെയാണ് ഈ ഒരു നാളികേര ചമ്മന്തിയിലേക്ക് ഈ ഒരു താളിപ്പ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ചൂടാലെ തന്നെ ഞാൻ ഈ ഒരു താളിപ്പ് ഈ ഒരു ചമ്മന്തിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നാളികേര ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.